കേരളത്തിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ കാപ്പിത്തോട്ടത്തിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായി. 2016 മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 941. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് മാനന്തവാടിയിൽ ഉണ്ടായത്. ഓരോ തവണ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ അധികാരികൾ ഓരോ ഉറപ്പുകൾ നൽകാറുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി പാലിക്കപ്പെടാറില്ല എന്നതാണ് വസ്തുത. മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹവുമായി മണിക്കൂറുകളാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. 11 ലക്ഷം രൂപയാണ് കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. ഇതിൽ 6 ലക്ഷം ഉടൻ തന്നെ അടുത്ത ബന്ധുക്കൾക്ക് കൈമാറി. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായിട്ട് ധനസഹായം നൽകുന്നതിനേക്കാൾ സുരക്ഷാവേലി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് നാട്ടുകാരുടെ ദീർഘനാളായുള്ള ആവശ്യം. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഏതൊരു വന്യജീവിയെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അനുവദിക്കണം. നിലവിൽ വന്യജീവികളെ കൊന്നാലുള്ള ശിക്ഷാ നിയമത്തിൽ ഭേദഗതികൾ വരുത്തി സ്വയരക്ഷയ്ക്കായി ആക്രമണകാരികളായ വന്യജീവികളെ വകവരുത്താനും വനവാസികളെയും വനമേഖലയ്ക്ക് സമീപം താമസിക്കുന്നവരെയും അനുവദിക്കണം. ആക്രമണകാരികളായ വന്യജീവികളെ നേരിടാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ആനിമൽ കൺട്രോൾ സേനയും രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. വിദഗ്ധ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരുടെ അഭാവം വനംവകുപ്പിൽ പ്രകടമാണ്. ഇപ്പോൾ റാപ്പിഡ് റിയാക്ഷൻ ടീം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവ പല സന്ദർഭങ്ങളിലും അപര്യാപ്തമാണ്. സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 25 കോടി രൂപയാണ് വന്യജീവി പ്രതിരോധത്തിന് ചിലവാക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 39,484 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി. 2023-2024 വർഷത്തിൽ 9,838 ആക്രമണങ്ങളാണ് ഉണ്ടായത്. കേരളത്തിൽ വന്യജീവികൾ പെരുകുകയാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. 2022 കണക്ക് പ്രകാരം കേരളത്തിൽ 213 കടുവകളാണുള്ളത്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്. 84 കടുവകളാണ് വയനാട്ടിലുള്ളത്. കേരളത്തിലുള്ള കടുവകളും പുലികളിലും ചിലത് നരഭോജികളാണെന്ന വസ്തുത ജനങ്ങളെ ഭയപ്പെടുത്തുന്നു. നരഭോജിയായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണം ഉടനടി സർക്കാർ നടപ്പിലാക്കണം. നഗരപ്രദേശങ്ങളിൽ പോലും വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ജനവാസ മേഖലയിലേക്ക് ആന, കടുവ, പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ ആക്രമണകാരികളായ വന്യജീവികൾ പ്രവേശിക്കാതെ ഇരിക്കാനുള്ള വേലി നിർമ്മാണം, മോഷൻ സെൻസറുകൾ, CCTV ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലവും കാര്യക്ഷമവുമായി ഏർപ്പെടുത്താൻ സർക്കാർ നടപടി വേഗത്തിലാക്കണം.